നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരളത്തിലെ പദ്ധതികളാണ് പഠിക്കാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് എന്തായാലും ഇതിന്ന് ചോദ്യങ്ങൾ വരും. ആദ്യത്തെ പദ്ധതി നോക്കാം. പൂർണ്ണസമയ പരിചരണം ആവശ്യമുള്ള രോഗികൾക്ക് സഹായം നൽകാനുള്ള കുടുംബശ്രീ പദ്ധതി. സ്വാന്തന മിത്ര. പൂർണ്ണസമയ പരിചരണം ആവശ്യമുള്ള രോഗികൾക്ക് സഹായം നൽകാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്വാന്തന മിത്ര. തിരിച്ചെത്തിയ പ്രവാസി കേരളീയർക്ക് നാട്ടിലെ സംരംഭങ്ങളിൽ തൊഴിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നോർക്ക വഴി നടപ്പാക്കുന്ന പദ്ധതിയാണ് നെയിം. നെയിം എന്ന് പറഞ്ഞാൽ നോർക്ക അസിസ്റ്റഡ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ്. ഒന്നുകൂടി നോക്കാം. തിരിച്ചെത്തിയ പ്രവാസി കേരളീയർക്ക് നാട്ടിലെ സംരംഭങ്ങളിൽ തൊഴിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നോർക്ക വഴി നടപ്പാക്കുന്ന പദ്ധതിയാണ് നെയിം. നോർക്ക അസിസ്റ്റഡ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ്. തരിശുനിലം ഏറ്റെടുത്ത് കൃഷിയോഗ്യമാക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതി ഭൂസമൃദ്ധി. തരിശുനില ഏറ്റെടുത്ത് കൃഷിയോഗ്യമാക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഭൂസമൃദ്ധി. പ്രീ പ്രൈമറി മുതൽ അധ്യാപക പരിശീലനം വരെയുള്ള വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ലോകബാങ്ക് സഹായത്തോടെയുള്ള പദ്ധതിയാണ് സ്റ്റാർസ്. പ്രീ പ്രൈമറി മുതൽ അധ്യാപക പരിശീലനം വരെയുള്ള വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ലോകബാങ്ക് സഹായത്തോടെയുള്ള പദ്ധതിയാണ് സ്റ്റാർസ്. ഈ പദ്ധതി എന്തായാലും പഠിക്കണം, അത് ഉറപ്പായിട്ടും ചോദിക്കും. ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കുടുംബങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ സംസ്ഥാന സർക്കാർ അന്താരാഷ്ട്ര നിലവാരമുള്ള ഗ്രാമങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് സംയോജിത പുനരധിവാസ ഗ്രാമം. ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കുടുംബങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ സംസ്ഥാന സർക്കാർ അന്താരാഷ്ട്ര നിലവാരമുള്ള ഗ്രാമങ്ങൾ ഒരുക്കുന്ന പദ്ധതി, അതാണ് സംയോജിത പുനരധിവാസ ഗ്രാമം. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുന്ന പദ്ധതിയാണ് ഹോം ഷോപ്പ് പദ്ധതി. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുന്ന പദ്ധതി ഹോം ഷോപ്പ് പദ്ധതി. ഇതിൻ്റെയൊക്കെ നോട്ട്സ് ടെലഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. അതോടൊപ്പം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.